നമ്മൾ എന്തെല്ലാം ദൈവാനുഭവത്തിലേക്ക് വന്നാലും ദൈവാനുഭവത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ഫ്രാൻസിസ് അസീസി ക്ലാരയും കൂടി പടുത്തുയർത്തി എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായിട്ട് സഹിക്കുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തപ്പോഴാണ് യേശു, ദരിദ്രനായ യേശുവിനെ അവരങ്ങ് അനുകരിക്കാൻ തുടങ്ങി. ഇതാ 800 വർഷങ്ങൾക്ക് ശേഷം ആ ഫ്രാൻസിസിന്റെ പേരെടുത്തുകൊണ്ടൊരു മാർപ്പാപ്പ വന്നിരിക്കുന്നു. അന്ന് ആ ഫ്രാൻസിസ് പറഞ്ഞു, ഞാനൊരു വൈദികനാകാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് എന്നെ വൈദികനാക്കണ്ട. ഫ്രാൻസിസ് വൈദികനായില്ലല്ലോ. ഫ്രാൻസിസ് നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരനായിട്ട് തന്നെ ഇരുന്നത്. അതറിയോ? ഫ്രാൻസിസ് വാസ് നോട്ട് എ പ്രീസ്റ്റ്. ഫ്രാൻസിസ് പറഞ്ഞു, അയ്യോ എനിക്ക് പൗരോഹിത്യത്തിൻ്റെ വിളിയില്ല, ഞാൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചോളാം. ഫ്രാൻസിസ് അച്ഛനായില്ല. അതന്നെ അപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ കാര്യം പറഞ്ഞത്. ഫ്രാൻസിസ് അസീസിയുടെ ആ ദാരിദ്ര്യത്തിൻ്റെ ശക്തിയാണ് ഇന്നും 800 വർഷമായിട്ടും അനേകരെ, പോപ്പിനെ തന്നെ വശീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത്, നമ്മൾക്ക് ഈ വെസ്റ്റേൺ വേൾഡിൽ, നമ്മളുടെ ഇന്ത്യൻ വേൾഡ് വെസ്റ്റേൺ വേൾഡിനെ അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിലും വലിയ ഒരു ദാരുണമായ അവസ്ഥ. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അനുകരിക്കേണ്ടത് വെസ്റ്റേൺ വേൾഡിനെ അല്ല, നമ്മൾ അനുകരിക്കേണ്ടത് കാലിത്തൊഴുത്തിലെ ഈശോയാണ്. നിങ്ങൾ എന്നെ അനുകരിക്കുക. എല്ലാവരും, ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഞാൻ യൂറോപ്പിലേക്ക് പോയി, കേരളത്തിലെ സുവിശേഷ പ്രഘോഷണമൊക്കെ വിട്ട് യൂറോപ്പിലേക്ക് പോയി ഭയങ്കരമായിട്ട് കാശുണ്ടാക്കി അവിടെ ജീവിക്കാമെന്ന് ഉദ്ദേശിച്ചു. അവിടെ സെറ്റിലായി, അവിടെ വലിയ ബംഗ്ലാവായി, അവിടെ കുറേ വണ്ടികളായി. എനിക്ക് സെറ്റിലിംഗ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജീവിതത്തിൽ ഒരിടത്തും സെറ്റിലായിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. നാട്ടിലൊരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കിടക്കാനൊരു സ്ഥലം വേണ്ടേ? അവിടേക്ക് വല്ലപ്പോഴേ പോകണുള്ളൂ. യൂറോപ്പിൽ നമ്മൾ അവിടുത്തെ സ്റ്റുഡിയോയിൽ ഈ ഇതേമാതിരി ക്യാമറയും സാധനങ്ങളുടെയൊക്കെ മധ്യത്തിൽ ഒരു കിടക്കയിട്ട് കിടക്കണമെന്നുള്ളൂ. ആർക്കും പോകാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ 1000 കിലോമീറ്ററെല്ലാം ഡ്രൈവ് ചെയ്ത് പോയിട്ടാണ് ധ്യാനം നടത്തുന്നത്. ചിലപ്പോൾ 10 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ 10 ജർമ്മൻകാർ 10,000-ത്തേക്കാൾ വലുതാണ് നമുക്ക്. ആ 10 പേരെ ധ്യാനിപ്പിക്കാൻ 1000 കിലോമീറ്റർ ഓടിച്ചു പോയി ധ്യാനിച്ചു പോരണം. അപ്പോൾ ആളുകൾ എന്ത് വിചാരിച്ചെന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മളുടെ കണ്ണ്, നമ്മുടെ ചിന്തകൾ എല്ലാം ഈ സെറ്റിൽ ചെയ്യുക, മോർഗേജ് എടുത്ത് കാശ് എടുത്ത് വീട് മേടിക്കുക, കാറ് മേടിക്കുക, സ്ഥലം മേടിക്കുക, അതിനകത്തേക്ക് അത് വിട്ട് നമ്മൾ ആ ഭാരത്തിൽ നിന്ന് മാറണം. കണ്ടോ, ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും വലിയ വിജയം, പുള്ളിയുടെ സകല സമ്പത്തും വലിച്ചെറിഞ്ഞ് പുള്ളി ഏറ്റവും ദരിദ്രനായ എ നേക്കഡ് മാനായി മാറിയിട്ട്, നമ്മൾ പലരും ആത്മീയതയിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിനരാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം വളരില്ല. സമ്പത്തിനേക്കാൾ, ചെങ്കോലിനേക്കാളും, സിംഹാസനത്തെക്കാൾ കൂടുതൽ ജ്ഞാനത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം തന്നെയായ യേശു വഴി കാണിച്ചു തരികയാണ്.
തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിന് വളരെ ശക്തിയുണ്ട്, വളരെ ശക്തിയുണ്ട്, യാതൊരു സംശയമില്ല. ഓക്കെ, ഇന്ന് ഫ്രാൻസിസ് അസീസിയുടെ 800 വർഷത്തിന് ശേഷം ആ നാമധേയം എടുത്തുകൊണ്ട് ഒരു മാർപ്പാപ്പ, പരിശുദ്ധാത്മാവിൻ്റെ, നമ്മൾ പുതിയ മാർപ്പാപ്പേനെ നമ്മൾ ബെനഡിക്റ്റ് പിതാവ് റിസൈൻ ചെയ്തപ്പോൾ എല്ലാവരും നടിക്കും. അതെന്താ ചെയ്തത്? പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ അത് തമ്പുരാൻ്റെ പദ്ധതി തന്നെ ആയിരുന്നു എന്നുള്ളത്. നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചൊരു പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയില്ലേ, എത്ര ഭംഗിയായിട്ട് പുതിയ മാർപ്പാപ്പേനെ കർത്താവ് തിരഞ്ഞെടുത്തു. ആരെങ്കിലും പ്രതീക്ഷിച്ചോ അദ്ദേഹം ആ ഫ്രാൻസിസ് അസീസിയുടെ പേരെടുക്കുമെന്നും? ഫ്രാൻസിസ് ഒന്നാമൻ, അതായത് 800 വർഷമായിട്ട് ആ ഫ്രാൻസിസ് അസീസിയുടെ പേര് വേറെ ആരും എടുത്തിട്ടില്ല ഒരു മാർപ്പാപ്പ. ആ ഫ്രാൻസിസ് പിതാവ് അതേ സാന്താമിയാനോയിൽ പോയി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇല്ലേ. ആ സാന്താമിയാനോയിലെ ആ കുരിശിൻ്റെ മുമ്പിൽ ഫ്രാൻസിസ് അസീസി മുട്ടുകുത്തിയപ്പോഴാണ് കേട്ടത്, റീബിൽഡ് മൈ ചർച്ച്, എൻ്റെ സഭയെ പുതുക്കി പണിയുക. വാസ്തവത്തിൽ ഇപ്പോൾ അത് തന്നെയല്ലേ കേൾക്കുന്നത്. ഈ ഫ്രാൻസിസ് പുണ്യവാളൻ്റെ കബറിടത്തിൽ പോയി ഈ ഫ്രാൻസിസ് പിതാവ് മുട്ടുകുത്തി. ആ സാന്താമിയാനോയിലെ ആ കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശബ്ദം വീണ്ടും പ്രതിധ്വനിച്ചു. എന്താ പ്രതിധ്വനിച്ചത്? എൻ്റെ സഭയെ നവീകരിക്കുക, എൻ്റെ സഭയെ പുതുക്കി പണിയുക. നമ്മുടെ ഫ്രാൻസിസ് പിതാവ് വന്ന ഉടനെ ചെയ്ത കാര്യങ്ങളിലൊന്ന്, തൻ്റെ അരമന, പോപ്പിൻ്റെ അരമനയിൽ നിന്ന് ഇറങ്ങി ഒരു സാധാരണ സ്ഥലത്ത് താമസിക്കുന്നു. പോപ്പിൻ്റെ ഏറ്റവും ആഡംബരമേറിയ പാപ്പൽ വെഹിക്കിൾ മാറ്റിവെച്ച് ഒരു സാധാരണ കാർ ഉപയോഗിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നു. അത്യാവശ്യം തന്നെത്താൻ ഭക്ഷണം പാകം ചെയ്യും. നമ്മുടെ ആത്മീയതയ്ക്ക് കിട്ടേണ്ട ജ്ഞാനം ഇതാണ്. നമ്മൾ കഴിയുന്നതും സാധാരണയിലേക്ക് വരാൻ ശ്രമിക്കുക, കഴിയുന്നതും ദാരിദ്ര്യം അനുഭവിക്കാൻ ശ്രമിക്കുക. കാര്യം ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്കിത്തിരി കഞ്ഞിയും ചമ്മന്തി മാത്രമായിട്ട് കുറച്ച് ദിവസം ജീവിച്ചൂടെ? പറ്റുമില്ലയോ? അപ്പോൾ കർത്താവേ, നിന്റെ ദാരിദ്ര്യത്തെ പ്രതി ഞാൻ ഇന്ന് അല്ലെങ്കിൽ 2-3 ദിവസം വെറും കഞ്ഞിയും ചമ്മന്തി മാത്രമേ കഴിക്കണുള്ളൂ. എന്തിനാ കഴിക്കണേ? അങ്ങയുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട്. നമ്മളല്ലെങ്കിൽ ടെസ്കോയിൽ പോയിട്ട് അതെടുക്ക് ഇതെടുക്ക്, ഒരു വലിയ കാർട്ട് മുഴുവൻ സാധനങ്ങളുമായിട്ട് വന്നു. ഇത് വാങ്ങുമ്പോൾ മനസ്സിലാക്കുക, കർത്താവേ, ഇത് ഞാൻ നിന്നെ പ്രതി വാങ്ങുന്നില്ല, നിന്റെ ദാരിദ്ര്യത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട്. ഞാനൊരു ആഫ്റ്റർ ഷേവ് ലോഷൻ എടുത്തപ്പോൾ എനിക്ക് തോന്നി, വേണ്ട, ഇതില്ലാണ്ടും ജീവിക്കാമല്ലോ. ഈവൻ ഷേവിങ് ക്രീം എടുത്തപ്പോഴും വിചാരിച്ചു, ഇത് വേണ്ട, വെറും വെള്ളം പറ്റിയിട്ട് ഷേവ് ചെയ്താലും നടക്കും. അപ്പോൾ എനിക്ക് തോന്നിയത്, അതും ഞാൻ ഈശോൻ്റെ ദാരിദ്ര്യത്തെ പ്രതി അങ്ങ് തിരസ്കരിക്കുകയാണ്. അങ്ങനെ കഴിയുന്നത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ആയിപ്പോയില്ലേ, ഈ രാജ്യത്ത് ആയിപ്പോയില്ലേ. ഞാനും ഇതേമാതിരി കോട്ടും സൂട്ടും ടൈയൊക്കെ കെട്ടിട്ട് നിൽക്കണം. ഇതെനിക്ക് ആവശ്യമായിട്ടൊന്നുമല്ല, എന്നാലും അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബഹുമാനത്തോടു കൂടി നിൽക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടാണ്. ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ
നമ്മൾക്കുണ്ടാകുന്ന ഒരു പ്രവണത ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ കടക്കും. ദാരിദ്ര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഭാരതത്തിൽ ഇപ്പോൾ കുറേ നാൾ യൂറോപ്പിൽ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ സ്പിരിച്വൽ പവർ നമുക്ക് നാട്ടിൽ കൂടുതലുള്ളതായിട്ട് കാണാം. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദാരിദ്ര്യമാണ്. നമ്മുടെ നാടിൻ്റെ മഹത്വം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ദരിദ്രരായ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അതൊരു ശാപമല്ല, അത് ഒരു വിധത്തിലൊരു അനുഗ്രഹമാണ്. യേശുവിൻ്റെ ദാരിദ്ര്യത്തിൽ പങ്കുചേരുന്ന അനുഭവം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ, ബീഹാറിലും ഒറീസയിലും കൽക്കട്ടയിലും ഒക്കെയാണ് ഞാൻ അധികം കുറേ ധ്യാനിപ്പിക്കുന്നത്. മദർ തെരേസ സിസ്റ്റേഴ്സിനെയും അവിടെയുള്ള സാധാരണ പാവപ്പെട്ട ആളുകളെയും, അവിടെ അവരോടൊപ്പം ഇത്തിരി ചോറും ഒരു പച്ചമുളകൊക്കെ കടിച്ചിങ്ങനെ അവരതാ ഭക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ അവരോടൊപ്പം ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വലിയ ഒരു അനുഭവമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ദാരിദ്ര്യത്തെ സ്നേഹിക്കണം. ഇത് പറയാൻ തുടങ്ങിയത് ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്താ സോളമൻ പറഞ്ഞത്? ഞാൻ ചെങ്കോലിലും സിംഹാസനത്തിലും വലുതായിട്ട് ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. നമ്മൾ ഏതായാലും ഇംഗ്ലണ്ടിൽ വന്നേക്കുന്നത് നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ചാണ് നമ്മളിവിടെ വന്നത്, ഇല്ലേ? ഇവിടെ സുവിശേഷ വേല ഉദ്ദേശിച്ചിട്ടല്ലല്ലോ വന്നത്. കർത്താവിൻ്റെ പരിപാടി ഇങ്ങനെയാണ്. നമ്മളെ പച്ചപ്പുല്ല് കാണിച്ച് തൊഴുത്തിലേക്ക് കൊണ്ടുവരും. ഇത് ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. വീട്ടിലൊരു വലിയ പശുവുണ്ട്. ആ പശു കയറ് പൊട്ടിച്ച് പോയാൽ പിന്നെ ആർക്കും അതിനെ പിടിച്ച് കെട്ടാൻ പറ്റില്ല. ഞാൻ വരണം. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ അപ്പനുണ്ടാവണം. അപ്പനില്ലെങ്കിൽ പിന്നെ ഞാനാണ് ആ പശുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ബുദ്ധിയുടെ കാര്യമാണ്. ഞാനെന്ത് ചെയ്യും? വലിയ പശു, അപ്പം ഞാൻ ഒരു പിടി നല്ല പച്ചപ്പുല്ലും ആയിട്ട് ഈ പശുവിൻ്റെ മുമ്പിൽ ചെല്ലും. അപ്പോൾ പശു ഭയങ്കര സന്തോഷത്തോടെ ആ പുല്ല് കടിക്കാനായിട്ട് അടുത്ത് വരും. പതുക്കെ ഞാൻ പുറോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ആ പുല്ലിൻ്റെ പുറകെ പശു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് പശുവിൻ്റെ തൊഴുത്തിൽ കൊണ്ടുവരും. അവിടെ കിട്ടും. ആ പച്ച പുല്ല് തിന്നാനുള്ള ആഗ്രഹത്തിൽ പശുവിനെ ഞാൻ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവ് നിങ്ങളെ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ കർത്താവ് ഈ യൂറോപ്പിൽ പച്ചപ്പുല്ല് കാണിച്ചു. അക്കരെ നിന്നപ്പോൾ തോന്നി ഇക്കരെ പച്ച. അങ്ങനെ നിങ്ങളിവിടെ കൊണ്ടുവന്നു, ഇവിടെ കെട്ടി. ഇനി നിങ്ങൾ എന്താവും? യു ഹാവ് ടു ബ്ലോസം ഇൻ ദിസ് പ്ലേസ്. ഇവിടെ നിങ്ങൾ വളർന്ന് പന്തലിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരാവും. എന്തിനു വേണ്ടി? നിങ്ങളുടെ സ്വന്തം കൊട്ടാരം പടുത്തുയർത്തുന്നതിനല്ല, മറിച്ച് ദൈവത്തിൻ്റെ രാജ്യം പടുത്തുയർത്തുന്നതിന്. ഇവിടെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുടിയേറ്റ പാർക്കലിൻ്റെ സംസ്കാരമാണ്. ബൈബിളിൽ മുഴുവൻ ഉള്ളതാണ് കുടിയേറ്റം. അബ്രാഹത്തിനോട് പറഞ്ഞു, നീ നിന്റെ വീടും നാടും ജനങ്ങളെയും വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് കുടിയായി പാർക്കുക. അത് കഴിഞ്ഞ് നോക്കിയേ, അബ്രാഹത്തിനോട് തന്നെ പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാവും, പക്ഷേ ഈ മക്കൾ കുടിയേറും. ഇവിടുന്ന് വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി 400 സംവത്സരങ്ങൾ അവിടെ അവർ അടിമവേല ചെയ്ത് ജീവിക്കും. അതിൻ്റെ പൂർത്തീകരണമാണ് ഈജിപ്തിൽ കണ്ടത്. യേശു ജനിച്ചു വീണ ഉടനെ തന്നെ എന്താ പറഞ്ഞത്? അപ്പനോടും അമ്മയോടും പറഞ്ഞത്, കുഞ്ഞിനെയും കൊണ്ട് വേഗം കുടിയേറുക, ഇവിടുന്ന് വിട്ടോ. ഈ അടിമത്വത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് കുടിയേറും, ഇതല്ല നമ്മുടെ നാട്, ഇവിടുന്ന് നമ്മൾ പോകും. അങ്ങനെ നോക്കി ബൈബിളിൽ മുഴുവനും കാണുന്ന ഒരു തരംഗം കുടിയേറ്റത്തിൻ്റെ ഒരവസ്ഥ.
പ്രവാസ ജീവിതം. അപ്പോൾ നമ്മൾക്കും അതുപോലെ കർത്താവ് കുടിയേറ്റ സംസ്കാരം തന്നിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എന്തിനാണ് ദൈവം നമ്മളിങ്ങോട്ടേക്ക് കുടിയേറ്റിയിരിക്കുന്നത്? ഈ മണ്ണിന്, ഈ നാടിന് പുളിപ്പും ഉപ്പുമാകാൻ വേണ്ടിയാണ്. പണ്ട് ഒരു പേര് ഞാൻ പറയേണ്ട ഒരു വചനപ്രഘോഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, എൻ്റെ മക്കൾക്ക് ഫാറിനിൽ പോകണമെന്ന് ആഗ്രഹം. അവർ രണ്ടുപേരും നേഴ്സുമാരാണ്. എന്തിനാ അവർ ഫാറിനിൽ പോകണം? ഇവിടെ എങ്ങാനും ജീവിച്ച് ഇവിടെ നമ്മുടെ നാട് എത്ര നല്ലതാണ്, നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞ് അതല്ലായിരിക്കും തമ്പുരാൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ, നിങ്ങൾക്ക് ഈ സൗദിയിലും കുവൈറ്റിലും ഒക്കെ പോയി അവിടുത്തെ അറബികളോട് വചനം പറയാൻ പറ്റുമോ? എനിക്ക് പറ്റുള്ളൂ, എനിക്ക് സാധിക്കില്ല. എന്നാൽ നിങ്ങളുടെ മകളൊരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ആ സൗദിയിലെ ആശുപത്രിയിൽ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ സൗദിക്കാരായ നേറ്റീവ് അറബികളെ തൊട്ട് അവരെ സ്നേഹിച്ച് അവരോട് വചനം പറയാൻ പറ്റൂലേ? അത് നല്ല ഐഡിയ ആണല്ലോ. അതിനാണ്. അല്ലാണ്ട് നമ്മൾ അവരുണ്ടാക്കുന്ന കാശോ അവരുടെ ജീവിതം ഒന്നും കാണണ്ട. കർത്താവിന് ആഗ്രഹം അവര് എൻ്റെ ജനത്തെ